friends, I'm Sri Kuttiarun. Welcome to my YouTube channel, Kerala Cuisine. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു നാടൻ ചിക്കൻ കറി ആയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ഏത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി അതിലിട്ടിട്ട് പൊട്ടിക്കുന്നുണ്ട്. പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം അതിലേക്ക് ഞാൻ വലിയ 2 സബോളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അതുകൂടെ ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നാളികേരക്കൊത്ത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാളികേരക്കൊത്ത് നാടൻ കറി ആയതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടേസ്റ്റാണ് ചിക്കൻ കറിയിലൊക്കെ നാളികേരക്കൊത്ത് ഉണ്ടെങ്കിൽ. എന്നിട്ട് അതൊന്ന് ഇളക്കി ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിലും ചതച്ച് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഇഞ്ചി പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണം മാറി വരും. ആ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് ആ പൊടികളുടെ എല്ലാം പച്ച മണം പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് തക്കാളി മുറിച്ച് വെച്ചത് കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി മൂടി വെച്ചിട്ട് വേവിക്കുകയാണ്. ഒരു 5 മിനിറ്റ്സിൻ്റെ ഉള്ളിലൊക്കെ തക്കാളി വെന്തിട്ട് വരും. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഈ ടൈമിൽ ചിക്കനിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങും. ഒരു 5 to 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ചിക്കനിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങി തുടങ്ങും. ആ സമയത്ത് നമുക്കിതിലേക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ലിഡ് ക്ലോസ് ചെയ്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ അതാ ചിക്കനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. എനിക്കിവിടെ ഒരു 20 മിനിറ്റ്സ് എടുത്തു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെ ചിക്കൻ പെട്ടെന്ന് തന്നെ കുക്കായി. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എനിക്ക് ഇത്തിരി ഉപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാം നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. നല്ല ഒരു കറി റെഡി ആയിട്ട് വന്നു കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഗരം മസാലയും അതുപോലെ തന്നെ മല്ലിയില ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് കറി ഒന്നും കൂടെ ഇളക്കി നമുക്ക് ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ചിക്കൻ കറി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.